ഇന്ത്യവരം തറവാട്ടിൽ നിന്നും ഗൗതം നന്ദനെ അടിച്ചിറക്കും. അതിൽ യാതൊരു സംശയമില്ല സുഹൃത്തുക്കളെ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നായനെ കോണിപ്പടിയുടെ മുകളിൽ നിന്ന് കെട്ടിമറിഞ്ഞ് വീണുണ്ട്. നമ്മളൊക്കെ വിചാരിക്കും വീണത് നേരെ താഴത്താണ്, പക്ഷെ താഴത്തല്ല, അർജുൻ്റെ മടിയിലേക്കാണ് വീണത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിങ്കി ഇങ്ങനെ ടൈം ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് മോഹിനിയും പാർവതിയും അങ്ങോട്ട് ചെല്ലണത്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പിരികയറ്റി കൊടുക്കുകയാണ്. അയ്യോ പിങ്കി, നീ ഇതൊന്നും കാണില്ലേ? അർജുനെ നായനെ ഇങ്ങനെ കൈവശമാക്കി വെച്ചിരിക്കുകയാണ്. ഓട്സ് കലക്കി കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക, അവന് ഇഷ്ടമുള്ള ഭക്ഷണം വെച്ച് കൊടുക്കുക. നീ എന്താ ഇങ്ങനെ നോക്കിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ പിങ്കി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ എന്നോട് പറയണത്? അവരെന്തെങ്കിലും കലക്കി കൊടുക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ പാർവതി നല്ല രീതിയിൽ പിരികേറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നല്ലൊരു പണി കൊടുക്കണം. പിങ്കി ചേച്ചിയാണ് അർജുൻ ചേട്ടൻ്റെ ഭാര്യ, അത് മനസ്സിലാക്കണം. അപ്പോൾ എന്ത് ഐഡിയ ചെയ്യാന്ന് മോഹിനി ചോദിക്കുമ്പോൾ പറയുന്നത്, നമുക്ക് അതൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്ന് പറയാം, വെളിച്ചെണ്ണ ഒഴിക്കുക. സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് വെളിച്ചെണ്ണ ഒഴിക്കാനാണ് പദ്ധതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പിങ്കി എടുത്ത് പറയുമ്പോൾ പിങ്കി പറയണത്, അയ്യേ ഇത്ര ചീപ്പ് പരിപാടിയാണോ നിങ്ങൾ പറയണത്? അത് വളരെ മോശമാണെന്ന് പറയുമ്പോൾ മോഹിനി പറയണ്, ആ മോശമാണെങ്കിൽ മോൾക്ക് ചെയ്യണ്ട, പക്ഷേ അങ്ങനെ മോൾക്ക് എപ്പോഴെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ മോള് ഈ മോഹിനിയാനിയോട് പറയാൻ മറക്കണ്ടെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ പോവാണ്. അപ്പോൾ പിങ്കി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പിങ്കി റൂമിലേക്ക് പോകുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ് സുഹൃത്തുക്കളെ. അർജുൻ അവിടെ കിടക്കുക. അപ്പോൾ അർജുൻ്റെ അടുത്ത് പോയിട്ട് വിളിക്കുകയാണ് ആര്? നയന. അർജുൻ എണീക്കടാ 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 പറഞ്ഞ് തട്ടി വിളിക്കുകയാണ്. ഓടാൻ വേണ്ടിയിട്ടാണ്, ജോഗിങ്ങിന്. അത് പിങ്കി കാണുമ്പോൾ പിങ്കിയുടെ മനസ്സ് വല്ലാതാവുകയാണ്. പിങ്കി ഓടി വന്നിട്ട്, പക്ഷേ എന്താ ഈ കാണിക്കണം നയനെ? നിനക്കൊരു മാനേഴ്സ് ഇല്ലേ? റൂമിൻ്റെ ഉള്ളിൽ വന്നിട്ടാണോ ഇങ്ങനെ വിളിക്കണത്? എന്തൊക്കെയാണെങ്കിലും പുറത്ത് മതി, ഇതിൻ്റെ ഉള്ളിലുള്ള അതൊന്നും വേണ്ടട്ടാ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നയന പറഞ്ഞു, ഞാനതിന് എന്താ ചെയ്തത്? ആൾ ഓടാൻ വരണതാണ് അർജുൻ, അവൻ ഇന്ന് വന്നില്ല. അപ്പോൾ അവനെ വിളിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ? അവൻ്റെ ശരീരം നോക്കേണ്ടത് എൻ്റെയും കൂടി കടമയാണ്. അവൻ വന്നില്ലെങ്കിൽ ഞാൻ അവൻ്റെ തലകൂടെ വെള്ളം എടുത്ത് ഒഴിക്കുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അർജുൻ ചാടി എണീക്കുകയാണ്. അർജുൻ പറയാണ്, ഞാനിപ്പോൾ ഓടാനില്ലേ, എനിക്കൊരു കാപ്പിയാണ് ആദ്യം വേണ്ടതെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയന പറയുകയാണ് കേട്ടോ, അങ്ങനെ കാപ്പിയാണെങ്കിൽ നീ അവിടെ കാപ്പി വെച്ച് കുടിച്ചിട്ടിരിക്കും, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നയന പോവാണ് കേട്ടോ. അപ്പോൾ പിങ്കിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. പിങ്കി ഇങ്ങനെ ആലോചിക്കും, പാർവതിയും മോഹിനിയും പറഞ്ഞ കേസ്, ഏത് എണ്ണ ഒഴിക്കണ കേസ്. അപ്പോൾ നൈസായിട്ട് അവരോട് പോയിട്ട് ഡീൽ വയ്ക്കുകയാണ്, എണ്ണ ഒഴിക്കാന്ന് വെച്ചിട്ട്. അങ്ങനെ പാർവതി അടുക്കളയിൽ പോയിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് വന്നിട്ട് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും. എന്നിട്ട് ഇവർ കാത്തിരിക്കുകയാണ് നയന വരണം കാത്തിട്ട്. അപ്പോൾ നയന പതിവ് പോലെ ജോഗിങ്ങിന് വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അവൾ പുള്ളിക്കാരി സ്റ്റെപ്പ് ഇറങ്ങണില്ല, ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ അടിയിൽ അർജുനാണെങ്കിൽ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അർജുൻ ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടാ, നമ്മുടെ പിങ്കിയും മോഹിനിയാൻ്റെയൊക്കെ കൂടി സംസാരിക്കുന്നുണ്ട് ഈ പദ്ധതിയുടെ. അപ്പോൾ അർജുൻ ചോദിക്കുകയാണ്, എന്താ അത്രമാത്രം സംസാരിക്കാമെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മോനെ, അത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കുകയാണ്. അപ്പോൾ നായന മുകളിൽ നിന്ന് വിളിക്കും, അർജുൻ എന്ന് വിളിക്കും. അപ്പോൾ അർജുൻ, ഞാനിവിടെ ഉണ്ട് നായന, ഇങ്ങോട്ട് ഇറങ്ങി പോരുമെന്ന് പറയണം കേട്ടോ. അപ്പോൾ നായന എന്താ ചെയ്തു, അവിടെ നിന്ന് ഇങ്ങനെ ഓടി കുതിര വരണ മാതിരി മുകളിൽ നിന്ന് ഇങ്ങനെ ചാടി വരികയാണ്. വന്ന വശം തന്നെ ആ പടിയിൽ ചവിട്ടുമ്പോൾ വഴിക്ക് പോവാണ്. അപ്പോൾ അർജുൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കണം കേട്ടോ. വിളിച്ച വശം തന്നെ അർജുൻ ഓടി വന്നിട്ട് ഒരു പിടുത്തം പിടിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കെട്ടിമറിഞ്ഞ് വീഴാണ്. പക്ഷെ അർജുൻ ഈ കേസൊന്നും അറിയില്ല. അർജുൻ സ്വാഭാവികമായിട്ട് വീണെന്ന് വെച്ചിട്ടാണ് പിടിക്കുന്നത്. നയന വിടുന്നില്ല. നയന കിട്ടിയ അവസരം മുതലാക്കിയിട്ട് നയന തന്നെ കിടക്കണം. നീ എന്താ കാണിക്കുന്നത്? എനിക്ക് ഈ കഷ്ടം എന്നൊക്കെ പറയുമ്പോൾ അർജുൻ പറയുന്നത്, അല്ല അമ്മായി, നയന എൻ്റെ മേത്ത് കിടന്നു, എനിക്ക് എണീക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ പാർവതി പറയുന്നത്, എന്താ കുറച്ചെങ്കിലും നാണണ്ട അവിടെ കിടന്നിങ്ങനെ ഉരുളുക, വേഗം എണീറ്റ് പോവല്ല എന്നൊക്കെ പറയാനട്ടാ. നമ്മൾ ഇവരൊക്കെ പ്ലാനാണല്ലോ. അപ്പം ഇതൊന്നും അറിഞ്ഞിട്ടില്ല നമ്മുടെ നന്ദ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, അപ്പം കാലിന്ന് സ്ലിപ്പായി എന്ന് പറയാണ്. കാലിന് എന്തെങ്കിലും പറ്റിയോ എന്ന് വെച്ചിട്ട് നന്ദ നായനയുടെ കാല് നോക്കുന്നുണ്ട്. എന്നിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ശുശ്രൂഷിക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു ഇതുള്ളൂ, തൽക്കാലം എണ്ണയൊക്കെ ഇട്ട് തേച്ചാൽ മതി. അപ്പോൾ ഗൗതത്തിൻ്റെ അമ്മ പറയണ, മോളെ സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ, എന്താ മോളെ ഇതിപ്പോൾ ഇങ്ങനെ പറ്റി, കാല് കൈ വല്ലതും ഒടിഞ്ഞിരുന്നെങ്കിൽ എന്താ പറ്റിയിട്ടുണ്ടാവുകയെന്ന് മോളൊന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറയുമ്പോൾ നന്ദ പറയുകയാണ്, കാലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാസം റെസ്റ്റ് എടുക്കേണ്ടി വരും, ഇതിപ്പോൾ ഇങ്ങനെ പറ്റിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അർജുൻ്റെ അമ്മ പറയാൻ കേട്ടോ, അതിനും മാത്രം അവിടെ എന്തുണ്ടായത്? അവിടെയൊക്കെ വളരെ വൃത്തിയായിട്ടുള്ള സാധനമാണല്ലോ, കുറച്ച് വഴുക്കലൊക്കെ ഉണ്ടായിരുന്നത് പുറത്താണ്, അത് നമ്മൾ ക്ലിയർ ആക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ എന്തുണ്ടായെന്ന് പറഞ്ഞാൽ ആലോചിക്കുകയാണ്. ഇനിയിപ്പോൾ അത് കണ്ടുപിടിക്കും. അപ്പോൾ അത് നന്ദയ്ക്ക് ആകെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്ദയുടെ മേത്തിക്കെങ്ങാനും ഈ കുറ്റം വരുമോ, ഇനി ഗൗതം വന്നിട്ട് ഇത് കണ്ടുപിടിക്കുമോ? എന്തായാലും ഗൗതം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നന്ദയ്ക്ക് 8ൻ്റെ പണിയാണ്. നന്ദയുടെ വിചാരം ഈ പറഞ്ഞ മാതിരി പിങ്കി അർജുനും നന്നാവാൻ വേണ്ടിയിട്ട് നയനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. നയനെ കിട്ടിയ അവസരം മുതലെടുക്കുക എന്നുള്ള കാര്യം പുള്ളിക്കാരി അറിയില്ലല്ലോ. അപ്പോൾ ഞാനിന്ന് ചുരുക്കി പറഞ്ഞാണ്, ഒരു തുടക്കക്കാരനാണ് ഇങ്ങനെ മോഹം കാണിച്ച് റിവ്യൂ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെയാണ് നമുക്ക് പ്രചോദനം തുടർന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയൊരു റിവ്യൂവിൽ വരാം.